സാമനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണ പ്രവർത്തനങ്ങൾ വഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശത്തെക്കുറിച്ച് വാദോരോധ കണ്ണീരൊലിപ്പിക്കുന്ന മലയാള മാധ്യമങ്ങൾ ലോകത്തെവിടെയെങ്കിലും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ഒരു കയ്യേറ്റം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെയെല്ലാം വിലപിക്കുന്ന മലയാള മാധ്യമങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് ബംഗ്ലാദേശിൽ ഹിന്ദു ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ കടന്നാക്രമണങ്ങൾ. അവിടെ ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദു ദേവാലയങ്ങളും തകർക്കപ്പെടുകയും കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം വഴിയാധാരമാവുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സന്യാസിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലടയ്ക്കപ്പെടുന്നു. അതിക്രൂരമായ മനുഷ്യത്വത്തിനെതിരെയുള്ള കയ്യേറ്റവും കടന്നാക്രമണവും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്നതിന് മലയാള മാധ്യമങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. ഒരു മലയാള മാധ്യമത്തിനും ഈ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളായ ക്രിസ്തീയ മതവിശ്വാസികൾക്കും ഹിന്ദു മതവിശ്വാസികൾക്കും എതിരെ നടക്കുന്ന ഭീകരമായ ആക്രമണങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ആരും കാണുന്നതേയില്ല. അതിനെക്കുറിച്ച് അവർ നിശബ്ദരാണ്. അതിന് പകരം അവർ നീല ട്രോളിയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള തീരെ അപ്രസക്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യത്വത്തിന് നേരെ, മനുഷ്യാവകാശത്തിന് നേരെ ഹിന്ദുക്കൾ ആയോ ക്രിസ്ത്യാനികളായോ ബംഗ്ലാദേശിൽ കഴിയേണ്ടി വരുന്ന ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ, അവരുടെ മനുഷ്യാവകാശങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ കടന്നാക്രമണങ്ങളെക്കുറിച്ച് നിശബ്ദമായിരിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മലയാളിക്ക് വേദനിക്കണമെങ്കിൽ ഫലസ്തീൻകാർക്കെതിരെ ഫലസ്തീനിലെ ഹമാസിൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലുകാരന് പ്രത്യാക്രമണം നടത്തിയാൽ മലയാളിക്ക് വേദനിക്കും. എവിടെയെങ്കിലും ഇസ്ലാമിക വിശ്വാസം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന തീവ്രവാദപരമായ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരെയോ അതുപോലുള്ള ഏർപ്പാടുകൾക്കെതിരെയോ ഏതെങ്കിലും ഭരണകൂടമോ മറ്റൊരു സംഘടനയോ പ്രത്യാക്രമണം നടത്തിയാൽ മലയാള മാധ്യമങ്ങൾക്ക് വേദനിക്കും, കണ്ണീരൊലിപ്പിക്കും. മീഡിയ വൺ മാത്രമല്ല, ഇവിടുത്തെ ഏഷ്യാനെറ്റും മറ്റും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഭയങ്കരമായ വേദനയാണ്. അവർ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി കളയും. പക്ഷേ ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നത്, അവരാണ് പലായനം ചെയ്യപ്പെടുന്നത്. കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകളാണ് ആക്രമിക്കപ്പെട്ടത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാധ്യമങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കലാപരിപാടിയൊന്നും ഇവിടുത്തെ മലയാള മാപ്രകൾക്ക് ഉണ്ടാവുകയില്ല. അവിടെ മാപ്രകൾ വെറും മാപ്രകൾ തന്നെയായി നിൽക്കും. അവർക്ക് കാരണം ഈ മാധ്യമങ്ങൾക്ക് മുഴുവൻ പണം നൽകുന്ന പെയ്ഡ് ന്യൂസുകാരാണ് മാധ്യമങ്ങൾ. മലയാള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ ചാനലുകൾ മിക്കവാറും എല്ലാവും തന്നെ പെയ്ഡ് ചാനലുകളാണ്. അവയ്ക്ക് ധാരാളമായി പണം ഒഴുക്കി കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ അവിടെ നടത്തുന്ന ആക്രമണം എന്തിനു വേണ്ടിയാണ്? ജനാധിപത്യപരമായ ഒരു ഗവൺമെൻറ് നിലനിൽക്കുകയും ജനാധിപത്യപരമായ ഒരു ഭരണകൂടം നിലനിൽക്കുകയും അങ്ങനെ ഒരു ഭരണഘടന നിലനിൽക്കുകയും ചെയ്യുന്ന ബംഗ്ലാദേശിൽ അത് മാറ്റിയിട്ട് ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്നുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നിർവചനത്തിൻ്റെ അടിസ്ഥാനമായി ബംഗ്ലാദേശിനെ തിരുത്തി എഴുതണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദികൾ അവിടെ അഴിഞ്ഞാടുന്നത്. അവർ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ കയ്യേറ്റം ചെയ്യുകയും നശിപ്പിക്കുകയും തകർത്തെറിയുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആ കടന്നാക്രമണങ്ങൾ, ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ തകർത്തുകൊണ്ടുള്ള കടന്നാക്രമണങ്ങളെക്കുറിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. അവർക്കതിനെക്കുറിച്ച് അഭിപ്രായമേ ഇല്ല. അവരത് കാണുന്നതേയില്ല. കാരണം ഇസ്ലാമിക ഭരണകൂടം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് സോഷ്യലിസവും മതേതരത്വവും എല്ലാം നടപ്പിലാക്കുന്നതാണ്.
മറിച്ച് ഇന്ത്യൻ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർഗീയമാണ്. ഇവിടെ ആർക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അവരെല്ലാം തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപകമായ നുണപ്രചരണം നടത്തുന്നതിന് ഒരു മടിയുമില്ലാത്ത മലയാള മാധ്യമങ്ങൾ, മാപ്രകൾ. എന്നാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കിരാതമായ ആക്രമണത്തിനെതിരെ നിശബ്ദത പാലിക്കുന്നു എന്നത് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ കേരളീയർ, കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല, സാധാരണഗതിയിൽ സമാധാനപരമായും ജനാധിപത്യപരമായും ചിന്തിക്കുന്ന മുസ്ലിങ്ങളും അത് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടുത്തെ ഈ മതേതരത്വവും സോഷ്യലിസവും സാമൂഹ്യ വിപ്ലവവും ഇങ്ങനെ അന്തവും കൂട്ടവും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം രാപകൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ച് പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് അവരുടെ അജണ്ടയുടെ ഭാഗമല്ല. അതിന് അവർക്ക് പ്രത്യേകമായ അജണ്ടയുണ്ട്. അതുകൊണ്ട് ഈ മലയാള മാധ്യമങ്ങൾ ആരെങ്കിലും നീ എറിഞ്ഞു കൊടുക്കുന്ന കാശ് വാങ്ങിച്ച് പാക്കറ്റിട്ടുകൊണ്ട് അവരുടെ ഗുഡോണി ചെയ്യുന്ന നാറിയ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് ജനാധിപത്യപരവും സാമാന്യനീതിക്ക് പാകപ്പെട്ടതുമായ ഒരു മാധ്യമ സംസ്കാരം സൃഷ്ടിക്കുവാനല്ല ശ്രമിക്കുന്നതെങ്കിൽ ദയവായി മലയാളികൾ ശ്രദ്ധിക്കുക. ഈ മാധ്യമങ്ങളെ കഴിയുന്നതും വേഗം കൈയൊഴിയുകയാണ് നമ്മുടെ ഇന്നത്തെ ജനാധിപത്യപരമായ രാഷ്ട്രീയ ആവശ്യം എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളെ മാത്രം സംബന്ധിച്ചൊരു കാര്യമായത് ചുരുങ്ങുന്നില്ല. UDF, LDF രാഷ്ട്രീയ മുന്നണികളുണ്ട്. ഈ രണ്ട് മുന്നണികളും മതേതരത്വം പ്രസംഗിക്കുന്നവരും മതേതരത്വത്തിനു വേണ്ടി ആജീവനാന്ത സമരം ഏറ്റെടുത്തിരിക്കുന്നവരൊക്കെയാണെന്നാണ് വെപ്പ്. മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾ, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സേവിച്ചോളാൻ വയ്യാതെ നടക്കുന്ന UDF, LDF ശക്തികൾ പോലും ബംഗ്ലാദേശ് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ കിടക്കുന്നത് എന്ന് പറയാവുന്ന തരത്തിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കരുത്തിൻ്റെ ബലത്തിൽ മാത്രം രൂപപ്പെട്ടു വന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ തൊട്ടു ചേർന്ന് കിടക്കുന്ന, ഇന്ത്യയുടെ കൈവെള്ളക്കകത്തിരിക്കുന്ന ഈ രാജ്യത്ത് ഹിന്ദു മതന്യൂനപക്ഷങ്ങൾ ക്രൂരമായി ദണ്ഡിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനോട് നിഷ്കരുണമായ ഒരു ജാതി മൗനം അവലംബിക്കുന്നതിന് എന്താണ് UDFനെയും LDFനെയും പ്രേരിപ്പിക്കുന്നത്, അവരുടെ ചേതോവികാരം എന്താണ് ഇക്കാര്യത്തിൽ എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ വഞ്ചനയാണ്. മതേതരത്വം പറയുകയും മതന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ വായാടുകയും ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുകയും അവർ തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദരായിരിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ട് എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവരുടെ രാഷ്ട്രീയ വഞ്ചന, അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ പിന്നിലുള്ള നയവഞ്ചന എന്താണെന്ന് കൂടെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.